കന്നുകാലി വിൽപ്പന നിയന്ത്രണ ഉത്തരവ് നിയമപ്രശ്നമാകുമ്പോൾ പ്രകടമാകുന്ന പൊതു അവസ്ഥ പല കോടതികൾ പല നിലപാടുകൾ എന്നതാണ്. നിയമത്തെ വ്യാഖ്യാനിക്കുന്നതിലെ വ്യത്യസ്തതയാകാം എന്ന വാദം അംഗീകരിക്കുമ്പോഴും കേന്ദ്ര ഉത്തരവ് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന പൊതുപരാതി തള്ളിക്കളയാവുന്നതല്ല. കേന്ദ്ര നീക്കത്തെ ശക്തമായി എതിർക്കുന്ന പിണറായി സർക്കാരിൻ്റെ AG അടങ്ങുന്ന നിയമ സംവിധാനത്തിന് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൽ ഇന്ന് എന്തുകൊണ്ട് ഗൗരവതരമായി പ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാനാകാതെ പോയി? ശക്തമായി പ്രതിരോധിച്ചിരുന്നു എങ്കിൽ ഹർജിക്കാരന് ഹർജി പിൻവലിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ന്യായമായും വിശ്വസിക്കാം. അതുകൊണ്ട് പഴുതുകൾ അടച്ച് നിയമ പോരാട്ടം നടത്താൻ കേരളം കെൽപ്പ് കാട്ടുമോ എന്ന ചോദ്യം ഉയരുകയാണ്. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. നമ്മുടെ ഭക്ഷണം നമ്മുടെ വിധി. നാൽക്കാലികളെ അറക്കുന്നതിനും വിൽക്കുന്നതിനും നിയന്ത്രണമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മാടുകളെ ചന്തയിൽ ഒഴികെ മറ്റെവിടെയും വിൽക്കുന്നത് തടസ്സമില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കിയത്. 3 ആഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കന്നുകാലികളുടെ വിൽപ്പന നിയന്ത്രണം സംബന്ധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. രാവിലെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്ന കേസ് കോടതിയുടെ പ്രതികൂല പരാമർശത്തിന്റെ വെളിച്ചത്തിൽ ഹർജിക്കാരൻ പിൻവലിച്ചു. കാലികളെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും കൊല്ലുന്നതിനും ഭക്ഷിക്കുന്നതിനും ഈ വിജ്ഞാപന പ്രകാരം ഒരു തടസ്സവുമില്ലെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. അറക്കാനായി കാലികളെ ചന്തയിൽ കൈമാറ്റം ചെയ്യുന്നതിനെ മാത്രമാണ് കേന്ദ്ര വിജ്ഞാപനം തടയുന്നത്. പിന്നീട് ഹൈബിയുടെ അടക്കമുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വൈകിട്ട് പരിഗണിച്ചു. മാടുകളെ അറക്കുന്നതിനും വിൽക്കുന്നതിനും നിയന്ത്രണമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അറക്കുന്നതിനായുള്ള വിൽപ്പന നിരോധിച്ചത് പ്രത്യക്ഷ നിരോധനമാണെന്ന് സംസ്ഥാന സർക്കാരും വാദിച്ചു. വാദങ്ങൾ പഠിച്ച ശേഷം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു. 3 ആഴ്ചയ്ക്കകം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ തീരുമാനം. വിജ്ഞാപനത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കും. കേന്ദ്ര നീക്കത്തിനെതിരെ പ്രത്യേക നിയമസഭാ സമ്മേളനവും മുഖ്യമന്ത്രിമാരുടെ യോഗവും വിളിച്ചു ചേർക്കാൻ ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ഏറെ ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത ഇന്ന് വന്നത് രാജസ്ഥാൻ ഹൈക്കോടതിയിൽ നിന്നാണ്. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്നാണ് രാജസ്ഥാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തത്. പശുവിനെ കൊല്ലുന്നവർക്കുള്ള ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തുന്ന കാര്യം പരിഗണിക്കണം. തൻ്റെ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശമെന്നും പശുവിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മതഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും വിധി പ്രസ്താവിച്ച ജഡ്ജി ന്യൂസ് 18നോട് പറഞ്ഞു. പ്രൈം ഡിബേറ്റിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ തദ്ദേശ ഭരണ മന്ത്രി ശ്രീ KT ജലീൽ നമ്മൾക്കൊപ്പം ചേരുന്നു. മുൻമന്ത്രി കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രമുഖ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് രാംകുമാർ എന്നിവരാണ് നേരിട്ട് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ടെലിഫോൺ ലൈനിലും. ആദ്യം മിനിസ്റ്റർ, ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് ഈ കേസ് വന്നത്, പൊതു താൽപ്പര്യ ഹർജി വന്നത്. കോടതി എടുത്തൊരു പൊതു സമീപനം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ചീഫ് ജസ്റ്റിസ് അംഗമായ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേട്ടത് ആ പൊതു താൽപ്പര്യ ഹർജി. ഒടുവിൽ ഹർജിക്കാരന് ഹർജിയും പിൻവലിച്ചു പോകേണ്ടി വന്നു. കേന്ദ്ര സർക്കാർ തന്നെ കോടതിയിൽ പറഞ്ഞത് അങ്ങനെ ഒരു നിരോധനമേ ഇല്ല, വിൽക്കുന്നതിനും അറക്കുന്നതിനും ഒന്നും നിരോധനമില്ല, കാലിച്ചന്തയിൽ അത് ചെയ്യുന്നതിന് മാത്രമാണ് നിരോധനം. വിയോജിക്കുന്നത് ഏതൊക്കെ തരത്തിൽ? നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രധാരണ രീതികൾ പിന്തുടരണം, ഇതൊന്നും തീരുമാനിക്കാനുള്ള അവകാശം ഒരു ഗവൺമെൻറ്റിനുമില്ല. നമ്മളുടെ നാടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ബഹുസ്വരതയാണ്. ഒരുപാട് ഭാഷകൾ, സംസ്കാരങ്ങൾ, ജീവിത രീതികൾ, ഭക്ഷണ സമ്പ്രദായങ്ങൾ, ഇതെല്ലാം നമ്മളുടെ നാടിൻ്റെ മുഖമുദ്രയാണ്. ഇതില്ലാതാക്കുവാൻ, എല്ലാറ്റിനെയും ഒന്നാക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണ് ഇപ്പോൾ നാം കാണുന്നത്. നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് ഒരു ഭാഗത്ത് പറയുകയും കശാപ്പ് മൃഗങ്ങളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കാലിക്കടത്ത് പാടില്ല എന്നും നിഷ്കർഷിക്കുന്നു. ഇതിനുവേണ്ടി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് നിലപാടിൽ മാറ്റം വരുത്താൻ കേന്ദ്ര ഗവൺമെൻറ് തന്നെ
തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. സ്ലോട്ടർ ഹൗസസ് ശോച്യാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അവിടങ്ങളിൽ അറുക്കുന്നത്, നിരോധിക്കുന്നത് എന്നുള്ള ഭാഷ്യം പുറത്തു വരികയുണ്ടായി. സത്യത്തിൽ എന്തൊരു വിരോധാഭാസമാണത്. ഇതേ ശോച്യമായ സ്ലോട്ടർ ഹൗസസിൽ തന്നെയാണ് ആടുകളെ അറുക്കുന്നത്. ആടുകളെ അറുക്കുന്നതിന് ഒരു നിരോധനവും ഏർപ്പെടുത്തിയിട്ടില്ല. സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളുടെ മാംസാഹാരമാണ് സത്യത്തിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നത്. ആട്ടിറച്ചി എന്ന് പറയുന്നത് പോത്തിറച്ചിയേക്കാൾ, കാളയിറച്ചിയേക്കാൾ ഇരട്ടിയിലധികം വില കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അതിന് നിരോധനമില്ല. അത് ശോച്യമായ സ്ലോട്ടർ ഹൗസസുകളിൽ അറുക്കാം, വിൽക്കാം, തടസ്സങ്ങളില്ല. എന്തൊരു അബദ്ധജടിലമായിട്ടുള്ള പ്രസ്താവനകളും ഉത്തരവുകളുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. സത്യത്തിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു നിലപാടെടുക്കാനുള്ള അർഹതയുണ്ടോ എന്നുള്ളത് ഇതിനകം ചോദ്യം ചെയ്യപ്പെട്ടു. തീർച്ചയായും മിനിസ്റ്റർ ഇപ്പോൾ പറയുന്ന ഈ വിമർശനം, ആനിമൽസിന്റെ മിനിസ്റ്റർ ഈ പറയുന്ന വിമർശനം ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞതാണ്. പക്ഷേ അതിന് ഏറ്റവും പുതിയ പ്രതലം കോടതികളിൽ ഈ വിഷയം വന്നു തുടങ്ങിയിരിക്കുന്നു. നിയമപരമായ ഒരു വലിയ തർക്കമായി ഉയർന്നിരിക്കുന്നു. കേരള ഹൈക്കോടതിയുടെ ഒരു പൊതു മനോഭാവം വായിച്ചെടുക്കാവുന്ന വിധത്തിൽ മുൻപ് ഈ വാർത്തകളിൽ സൂചിപ്പിച്ചതും ഞാൻ അതുമായി ബന്ധപ്പെട്ട് താങ്കളോട് ചോദിച്ചതും അത് പ്രധാനമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് യഥാർത്ഥത്തിൽ സർക്കാരിനും വരികയാണ്. സർക്കാർ രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടാൻ തീരുമാനിക്കുമ്പോൾ ഒരു പൊതു താൽപ്പര്യ ഹർജി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ തന്നെ വരുന്നു. വളരെ സർക്കാരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ പ്രതിലോമകരമായ ഒരു നിലപാട് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നു. ആ ഹർജിക്കാരന് ഹർജി പിൻവലിച്ചു പോകേണ്ടിയും വരുന്നു. ആശങ്കാജനകമാണ് അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോക്കിൻ്റെ ഒരു സാഹചര്യം. ആ പൊതു താൽപ്പര്യ ഹർജി എന്തിനു വേണ്ടിയാണ് കോടതിയിൽ കൊടുത്തത്? കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളോടും നയങ്ങളോടുമുള്ള ശക്തമായ പ്രതിഷേധമുള്ള ആളുകളാണോ അതിന് മുന്നോട്ട് വന്നത്? അങ്ങനെ ഒരു പൊതു താൽപ്പര്യ ഹർജി കൊടുക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള പൊതു താൽപ്പര്യ ഹർജിക്ക് വിരുദ്ധമായ ഒരു വിധി സമ്പാദിക്കുകയും ചെയ്യുക എന്ന ഗൂഢമായ ലക്ഷ്യം ആ പൊതു താൽപ്പര്യ ഹർജിയുടെ പിന്നിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടി വരികയാണ് നമുക്ക്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മിനിസ്റ്റർ പറഞ്ഞ ആ പോയിന്റിലേക്കാണ് ഞാനും യഥാർത്ഥത്തിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്. അത്തരമൊരു ഗൂഢലക്ഷ്യം മിനിസ്റ്റർ, അത്തരമൊരു ഗൂഢലക്ഷ്യം ആ ഹർജിക്ക് പിന്നിലുണ്ട് എങ്കിൽ അതിനെ കരുതി ഈ നിലപാട് വിജയിപ്പിച്ചെടുക്കേണ്ട കോടതിയുടെ മനോഭാവവും നിലപാടും ഒരു തരത്തിലും എതിരാകാതെ കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടായിരുന്നു. അതിനർത്ഥം അഡ്വക്കേറ്റ് ജനറൽ തന്നെ അത് കണ്ണിൽ എണ്ണയൊഴിച്ച് ആ കേസിനെ നിരീക്ഷിക്കണമായിരുന്നു. ഞാനിത് പറയാൻ കാരണം ഇന്ന് അഡ്വക്കേറ്റ് ജനറൽ തന്നെ ആ കേസിൽ ഹാജരായി, ആദ്യം വാദിച്ചു, പിന്നീട് അദ്ദേഹം കോടതി വിട്ടുപോയി. പതിവ് പോലെ മറ്റ് സർക്കാർ അഭിഭാഷകരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് താങ്കൾ പറഞ്ഞ പോലെ വളരെ ദുർബലമായി വാദം മുന്നോട്ട് പോയത്. മൗലികാവകാശങ്ങളുടെ ലംഘനമുണ്ട് എന്ന ഗൗരവമായ ആക്ഷേപം ഉന്നയിച്ചൊരു കേസിൽ ആദ്യം മുതൽ അവസാനം വരെ സൂക്ഷ്മതയോടെ കോടതി എതിരായ നിലയിലേക്ക് പോകാതെ പ്രതിരോധിക്കേണ്ട, കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ ഗൂഢലക്ഷ്യമുള്ള ആളുകൾ ആണ് ഹർജിക്ക് പിന്നിലെങ്കിൽ പ്രതിരോധിക്കേണ്ട ബാധ്യതയിൽ, ഉത്തരവാദിത്വത്തിൽ നമ്മൾ അല്പം പാളിപ്പോയി എന്ന് സമ്മതിക്കേണ്ടിയും വരും. അത് AGക്ക് അല്ലെങ്കിൽ AG അടങ്ങുന്ന നിയമ സംവിധാനത്തിന് പൂർണ്ണമായും സൃഷ്ടിച്ചെടുക്കാനായില്ല കോടതിയിൽ നിന്ന്. ഏതെങ്കിലും ഒരാൾ കൊടുത്ത കേസിൽ കക്ഷി ചേരേണ്ട അവസ്ഥയോ സാഹചര്യമോ അല്ല. അതിനേക്കാളൊക്കെ അപ്പുറം അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് തന്നെ നേരിട്ട് ഹൈക്കോടതിയെയാണോ സുപ്രീം കോടതിയെയാണോ സമീപിക്കേണ്ടത്. ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നിയമപണ്ഡിതനെ തന്നെ, വക്കീലന്മാരെ തന്നെ ഈ കേസ് വാദിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതും ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ്. ദുർബലമായി ഒരു ഹർജി വരിക, അതിന് പ്രതികൂലമായി ഹൈക്കോടതിയുടെ ഒരു പരാമർശമുണ്ടാവുക, അത്തരം ഒരു സാഹചര്യം നമ്മളുടെ നാട്ടിലുണ്ടാക്കി കോടതികൾ ഇതിനൊക്കെ അനുകൂലമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഒപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെ ഒരു വിധത്തിലും
സഹായിക്കേണ്ട കാര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സർക്കാരിനെ ഇത് സംബന്ധിച്ചില്ല, ഒന്നോ രണ്ടോ അത് ശരിയുമാണ്, ദിവസങ്ങൾക്കുള്ളിൽ അങ്ങനെ സംശയമില്ല. പക്ഷേ തീരുമാനമെടുക്കേണ്ട ഒരു അത് കാര്യം അത് നടപ്പാക്കുന്നതിൽ ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. പറയാനുള്ളത് പറഞ്ഞിട്ട് പോവുകയല്ല. ആ കേസിൽ ഉടനീളം സാന്നിധ്യം അറിയിച്ച് എവിടെയെങ്കിലും വാദി ദുർബലമാകുന്നുവെങ്കിൽ അതടക്കം കരുതി തൃപ്തികരമായി ആ കേസിൽ സംസ്ഥാനത്തിൻ്റെ പൊതുവായ ആശങ്കയെ ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യതയിൽ ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. അത്തരം വിമർശനങ്ങളോ പരാമർശങ്ങളോ സൃഷ്ടിക്കപ്പെടാൻ സാധ്യത ഒഴിവാക്കണമായിരുന്നു. ജാഗ്രത കുറവ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏജ് തന്നെ നേരിട്ട് ഹാജരായി വളരെ ശക്തമായി സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു നിയമസഭാ സമ്മേളനം തന്നെ ചേരാൻ വേണ്ടി പോവുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. നിയമനിർമ്മാണം നടത്താൻ സാധിക്കുമോ ഇതിനെതിരായി സംസ്ഥാനത്തിന് എന്നും സർക്കാർ ആലോചിക്കുന്നു. അതീവ ഗൗരവതരമായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. സാധാരണ ക്യാബിനറ്റ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ബ്രീഫിംഗ് നടത്താറില്ല. പക്ഷേ ഇന്ന് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബ്രീഫിംഗ് നടത്തിയത്. ശക്തമായി തന്നെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. ശരിയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് രാംകുമാറിലേക്ക് വരും മുമ്പ് തന്നെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെയും വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം എന്ന നിലയ്ക്കും ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചപ്പോൾ എങ്ങനെയാണ് ഈ ചട്ടം നിർമ്മിക്കാനുള്ള അധികാരം, ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് ഒരു ചട്ടം കേന്ദ്ര സർക്കാർ നിയമിച്ചത്, ഏതൊക്കെ തരത്തിൽ അത് തെറ്റാണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാടെടുത്തത്. ഞാൻ പറഞ്ഞത് അതേ ദിവസം ഒരു പൊതുതാൽപര്യ ഹർജി ഡിവിഷൻ ബെഞ്ചിൽ വരുന്നു. AG തന്നെ ആദ്യം വാദിച്ചു എന്നതും ശരിയാണ്. പക്ഷേ അതിനുശേഷം ഹർജിക്കാരൻ്റെ വാദം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് വളരെ കർശനവും ശക്തവുമായ ചോദ്യങ്ങൾ കോടതിയിൽ നിന്ന് വരുന്നത്. അതിൽ നിന്ന് ഒടുവിൽ ആ ഹർജിക്കാരന് ഹർജി തന്നെ പിൻവലിച്ച് കോടതിയിൽ നിന്ന് അത്തരമൊരു നിരോധനം ഇക്കാര്യത്തിലില്ല, പ്രതിഷേധക്കാർ ചട്ടം വായിച്ചു മനസ്സിലാക്കാതെയാണ് പ്രതിഷേധിക്കുന്നത് എന്ന നിലയിലൊക്കെ വിമർശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഞാൻ പറഞ്ഞത് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വാദിച്ച AGയുടെ തന്നെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഇന്ന് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? കാരണം മൗലികാവകാശങ്ങളുടെ ഗൗരവതരമായ ലംഘനമാണ് ഈ ഉത്തരവിലെന്ന് ഒരു സർക്കാർ തന്നെ കേന്ദ്രത്തിനെതിരെ പറയുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് ഒരു പൊതുതാൽപര്യ ഹർജി വരുമ്പോൾ അതിൻ്റെ താല്പര്യവും ലക്ഷ്യവും നമ്മൾക്ക് നിർണ്ണയിക്കാവുന്നതല്ലല്ലോ. അവിടെ ആ ജാഗ്രത കുറവ് പാടില്ലാത്തതായിരുന്നു എന്നുകൂടി പറയുന്നതിൽ മടിക്കേണ്ടതുണ്ടോ ശ്രീ തിരുവഞ്ചൂർ? യഥാർത്ഥത്തിൽ ഇതുപോലുള്ളൊരു കേസ് വരുമ്പോൾ ഗവൺമെൻറ് പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെൻറ് കോടതിയിൽ പറയാൻ തയ്യാറാകണം. പുറത്ത് ഗവൺമെൻറ് കുറേയധികം ന്യായീകരണങ്ങൾ പറഞ്ഞു. ആ ന്യായീകരണം കേരള ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരവുമാണ്. പക്ഷേ ആ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. കോടതിയിലൊരു അന്യായം ഫയൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അഡ്വക്കേറ്റ് ജനറലിന് അതിൻ്റെ കോപ്പി തലേ ദിവസം കിട്ടുമല്ലോ. അദ്ദേഹത്തിന് കേസ് പഠിക്കുന്നതിന് വേണ്ടിയൊരു സമയവും കിട്ടും. അതിനുശേഷം അദ്ദേഹം ആ കേസ് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കും. നിയമപുസ്തകത്തിലുള്ള എല്ലാ ഭാഗങ്ങളും അദ്ദേഹം അത് സ്വായത്തമാക്കും. ഇത് അങ്ങനെയൊരു നടപടികളൊന്നും നടന്നിട്ടില്ല എന്നാണ് പൊതുവിമർശനത്തിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം ഓടിക്കേറിയ ഒരു കേസിനെ ഡിഫെൻഡ് ചെയ്യുകയോ എതിർക്കുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ സാധാരണഗതിയിൽ നമുക്ക് വേണ്ട ലക്ഷ്യത്തിൽ അത് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഈ പറഞ്ഞതനുസരിച്ച് കോടതിയെ കൂടി കരുവാക്കിക്കൊണ്ട് ഒരു പ്ലേ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതി അങ്ങനെ ഒരു കരുവായി നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ കോടതിയിൽ വേണ്ട വിധം കേസ് നടത്താതെ എല്ലാറ്റിനെയും കോടതിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിലും കഥയില്ല. അതുകൊണ്ട് കേസ് സ്റ്റഡി ചെയ്യണം. ഗവൺമെൻറ് പുറത്ത് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ആ വാദഗതിയും ശരി അവിടെ കോടതിയിൽ പറയാൻ തയ്യാറാകണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കൈകടത്തുകയല്ലേ. തീർച്ചയായും ശ്രീ തിരുവഞ്ചൂർ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് വരും മുമ്പ് തന്നെ ശ്രീ തിരുവഞ്ചൂർ ആ വിശദാംശങ്ങളിലേക്ക് നമ്മൾക്ക് പോകാം. അഡ്വക്കേറ്റ് രാംകുമാർ, ഇത് കേസ് AG വാദിച്ചു, ഒരു ചോദ്യവും ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നില്ല. ആ കോടതിയിൽ ഹാജരായിരുന്ന ഞങ്ങളുടെ തന്നെ റിപ്പോർട്ടർമാരിൽ നിന്ന്, മാധ്യമപ്രവർത്തകരിൽ നിന്നടക്കം വിവരങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നാണ്. പക്ഷേ കേസ് വാദിക്കുക, നേരത്തെ തിരുവഞ്ചൂർ പറഞ്ഞ പോലെ ഡിഫെൻഡ് ചെയ്യുക, ഉന്നയിച്ച പിന്നീട് ഉയർന്ന ചോദ്യങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ യഥാർത്ഥത്തിൽ AG തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ, AGയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ സാധ്യമാണോ എന്നൊരു ചോദ്യം വേറെയുണ്ട്. കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നോ? പ്രത്യേകിച്ച് കേരളവും സ്റ്റേറ്റും ഗവൺമെൻറ്റും ജനങ്ങളുമൊക്കെ വേറൊരു തരത്തിൽ ശക്തമായി
പ്രതിഷേധിക്കുന്ന ഒരു കേസ് എന്നുള്ള നിലയിൽ അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഒരു കാര്യം കൂടി, ഇന്നലെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഇക്കാര്യത്തിൽ പറഞ്ഞത് ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുന്നു, ഭക്ഷണ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത്, ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നിലധികം സ്വാതന്ത്ര്യങ്ങൾ ലംഘിക്കുന്നത്, ഈ മട്ടിൽ എണ്ണി പറയുന്ന കുഴപ്പങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിക്കാണ് 4 മാസത്തെ സ്റ്റേ അനുവദിച്ചത്. കേരള ഹൈക്കോടതിയിലേക്ക് വരുമ്പോഴാണ് ഡിവിഷൻ ബെഞ്ചിൽ ഈ നിരീക്ഷണങ്ങളോടുകൂടി ശക്തമായൊരു നിലപാട് വരുമ്പോൾ ഹർജിക്കാരന് ഹർജി പിൻവലിച്ചു കൊണ്ടു പോകേണ്ടി വരുന്നത്. ഈ നിലയിൽ വ്യത്യസ്തമായ നിലപാടുകൾ സംഭവിക്കുന്നു. മൗലിക അവകാശങ്ങളുടെ ലംഘനമുണ്ട് എന്ന് ആരോപിക്കുന്ന പ്രശ്നത്തിലാണ്, ഉത്തരവിലാണ് ഈ വ്യത്യസ്ത നിലപാടുകൾ എന്നതുകൂടി കണ്ടാൽ. അഡ്വക്കേറ്റ് രാംകുമാർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പൊതു താൽപ്പര്യ ഹർജി കൊടുത്തത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ശ്രീ KT ജലീൽ ആരോപിക്കുന്നത് പോലെ യൂത്ത് കോൺഗ്രസ്സിന് ഇതിൽ താല്പര്യമില്ല എന്ന് അവരുടെ ശത്രുക്കൾ പോലും പറയില്ല. കാരണം അവർ കണ്ണൂരിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ അത്രയും തീവ്രമായ വികാരം പ്രകടിപ്പിക്കുന്ന യൂത്ത് കോൺഗ്രസ് കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടി തള്ളിക്കൊടുക്കാൻ വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്തു എന്ന് ശ്രീ KT ജലീലിനെ പോലെ പ്രഗത്ഭവതിയായ ഒരു മന്ത്രി സൂചിപ്പിക്കുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ സഹപ്രവർത്തകരും ഈ രാജ്യത്തെ ജനങ്ങളെ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ തീവ്രമായ പരിശ്രമങ്ങളുടെ തുടർക്കഥയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ. യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു പൊതു താൽപ്പര്യ ഹർജിയാണ് കൊടുത്തത്. പൊതു താൽപ്പര്യ ഹർജി കൊടുക്കണമെങ്കിൽ മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടാവണം. കോടതിയിൽ വരാൻ അസൗകര്യവും മറ്റ് പ്രയാസങ്ങളുമുള്ള ആളുകളെ പ്രതിനിധീകരിച്ചിട്ടാണ് സാധാരണ രീതിയിൽ പൊതു താൽപ്പര്യ ഹർജി കൊടുക്കുക. മൗലികാവകാശങ്ങൾ എന്ത് മൗലികാവകാശമാണ് എന്ന് അതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഏത് മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ദുസ്വാതന്ത്ര്യമില്ല. ഏത് സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്താൻ ഭരണഘടനയുടെ 19-ാം അനുച്ഛേദം തന്നെ ഇത് നൽകിയിട്ടുണ്ട്, അധികാരം അവകാശം നൽകിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ഇവിടെ കുറേ കാലങ്ങളായിട്ട് നിർഭാഗ്യവാന്മാരായ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരിൽ ഭീതി ഉണ്ടാക്കാൻ സംഘടിതമായൊരു ശ്രമം രാഷ്ട്രീയമായ നിരാശ ബാധിച്ചവർ, പരാജയം നിരന്തരം ഏറ്റുവാങ്ങുന്നവർ പരിശ്രമിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അറിയാം. എൻ്റെ വിഷയമായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവരെ ഈ നിയമം ഒന്ന് വായിച്ചു നോക്കി അവർക്ക് ശ്രീ രാംകുമാർ, ഈ നിയമം ഒന്ന് വായിച്ചു നോക്കാൻ അല്പം സമയം കണ്ടെത്തിയാൽ. ഞാൻ താങ്കളുടെ ഭാഗത്തേക്ക് തന്നെ വന്നാൽ, അത്തരം ഒരു കേസിൽ AG വാദിച്ചു. താങ്കൾ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിന്റെ പെറ്റീഷനാണ് ഈ വിധത്തിൽ ഒടുവിൽ ആ ഹർജിയും പിൻവലിച്ചുകൊണ്ട് അവർക്ക് ഓടേണ്ടി വന്നത്. ആ ഘട്ടത്തിലടക്കം AGയുടെ നേതൃത്വത്തിലുള്ള സംവിധാനത്തിന്, നിയമ സംവിധാനത്തിന് ആ ഹർജിയുമായി ബന്ധപ്പെട്ട മൗലികാവകാശങ്ങളുടെ ലംഘനം, അതെല്ലാം മദ്രാസ് ഹൈക്കോടതി കണ്ടെത്തിയ വിഷയങ്ങളാണല്ലോ, 4 ആഴ്ചത്തെ സ്റ്റേ കൊടുത്തതാണല്ലോ. അത്തരം പ്രശ്നങ്ങളിൽ അത് ഫലപ്രദമായി രാവിലെ AG ഉന്നയിച്ചപ്പോൾ വലിയ ചോദ്യങ്ങളും കോടതിയിൽ നിന്നുണ്ടായിരുന്നില്ല. തുടർന്നും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ AGക്ക് സാധിക്കുമായിരുന്നോ? കോടതിയിൽ അങ്ങനെ കഴിയുമായിരുന്നൊരു സാഹചര്യം നടക്കാതെ പോയിട്ടുണ്ടാകാമോ? ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളെപ്പറ്റി ബോധവാന്മാരായ ആർക്കും മനസ്സിലാകും. ഒരു ഹർജി കൊടുത്താൽ പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് ഹർജിക്കാരനാണ്, എതിർകക്ഷിയല്ല. സംസ്ഥാന സർക്കാർ ഈ കേസിൽ എതിർകക്ഷിയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലെ തന്നെ. പക്ഷേ സംസ്ഥാന സർക്കാർ ഒരു നിലപാടെടുത്തു, ഹർജി വന്നാൽ ഞങ്ങൾ അനുകൂലമായ നിലപാടെടുക്കും. അതവരുടെ സ്വാതന്ത്ര്യമാണ്. തീർച്ചയായിട്ടും ഇവിടെ മൗലികാവകാശം പറയാം, ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താം, ഫെഡറലിസം പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ കോടതി അംഗീകരിക്കണമെങ്കിൽ നിയമപ്രകാരം ലംഘനമുണ്ടാകണം. ഇവിടെ ഏത് ലംഘനമാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഹർജിക്കാരൻ്റെ വക്കീലിനോ അഡ്വക്കേറ്റ് ജനറലിനോ വ്യക്തമായ മറുപടി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ കൊടുക്കാൻ സാധിക്കാതിരുന്നത് നമ്മുടെ മന്ത്രിസഭാംഗങ്ങളെ പോലെ ഇതൊന്നും പഠിക്കാനുള്ള ഒരു സാവകാശം അവരാരും കാണിക്കുന്നില്ല. അവരുടെ ലക്ഷ്യം വേറെയാണ്.
അവർക്ക് മന്ത്രി ശ്രീ പഠിക്കേണ്ട ജലീൽ, ആവശ്യമില്ല. അതാണ് ഇതിലെ നമ്മൾ ഉന്നയിച്ച ആശങ്കപ്പെടുന്ന ഒരു ജാഗ്രത കുറവിന്റെ പ്രശ്നം. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല എന്ന നല്ല ബോധ്യം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന വിചാരത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. താങ്കളിലേക്ക് വരും മുമ്പ് തന്നെ ശ്രീ തിരുവഞ്ചൂർ, ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലാണല്ലോ. ഇങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ എന്തും ചെയ്ത് സ്വന്തം കേസ് തോൽപ്പിക്കുന്ന വിധത്തിലേക്ക് ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും? ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കുക, ആ പൊതു താല്പര്യ ഹർജിയും കൊണ്ട് ആ നേതാവിനും അല്ലെങ്കിൽ ആ നേതാവിൻ്റെ അഭിഭാഷകനും ഹർജിയും പിൻവലിച്ച് ഓടേണ്ടി വരിക, എതിരായ പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് ക്ഷണിച്ചു വരുത്തുക. വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണോ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കൊണ്ട്? ഇല്ല ഒരു ഹർജി കൊടുക്കുന്ന സമയത്ത് ഇത് പിൻവലിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ടൊന്നും കൊടുക്കുന്നതല്ലല്ലോ. പിൻവലിക്കേണ്ട ഹർജിയാണെങ്കിൽ എങ്ങനെ കൊടുക്കാനും മെനക്കെടാനും ആരെങ്കിലും പുറകെ പോകുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഹർജി കൊടുത്തപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് വേറൊരു രൂപത്തിൽ വരുന്നു. അതുകൊണ്ട് ചില നടപടികൾ അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇവിടുത്തെ പിന്നെ സർക്കാരിനെ കുറ്റം പറയരുത്, AGയെ കുറ്റം പറയരുത്. കാരണം നിങ്ങൾ സംഭാവന ചെയ്തതാണ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സംഭാവന ചെയ്തതാണ്. കാര്യം അവതരിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരം ഹർജിയുമായി ദയവായി പോകരുത്. അല്ലെങ്കിൽ കോടതി ചോദിച്ചാൽ ഉത്തരം പറയാൻ അറിയണം, അല്ലെങ്കിൽ അറിയാവുന്ന തരത്തിലേക്കുള്ള ആളുകളെ അണിനിരത്താനാകണം. ഇല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന, സംസ്ഥാനം തന്നെ ഒരു പൊതുവായ തീരുമാനത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു സംഭാവന, അത് കണ്ണൂരിലെ സംഭാവനയ്ക്ക് അപ്പുറത്തേക്കാൾ വലിയ സംഭാവനയായി മാറും. അത് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമാണ്. ഇതങ്ങനെയല്ല. ഞാനൊരിക്കലും ഒരു കൺസെപ്റ്റ് വെച്ച് ഒരു ചിന്തയുള്ളയാളല്ല. ഞാൻ അതിനേക്കാൾ വിഭിന്നമായ ഒരു അഭിപ്രായം ഹോൾഡ് ചെയ്യുന്ന ആളാണ്. പക്ഷേ വ്യത്യസ്ത അഭിപ്രായം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ആർക്കും അവകാശമുണ്ട്. ഞാൻ ആ അവകാശത്തെ ഒട്ട് ചോദ്യം ചെയ്യുന്നുമില്ല. എവിടെ നമ്മളുടെ കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളൊരു വ്യക്തി ഒരു ഹർജി കൊടുക്കുന്നു, ആ വ്യക്തി യൂത്ത് കോൺഗ്രസിൻ്റെ അംഗമായി പോയി എന്നുള്ളതാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപം. അങ്ങനെ അംഗത്വമില്ലാത്ത ആരെങ്കിലും കേരളത്തിൽ ഇങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് അധികം ആളുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഇൻഡിപെൻഡൻ്റ് പറയുന്ന ഫേക്ക് ഇൻഡിപെൻഡൻറ്റും ഉണ്ട്, ഒറിജിനൽ ഇൻഡിപെൻഡൻറ്റും ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഏതായാലും ഒരു ഹർജി വന്ന ഹർജിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെൻറ് അതിൻ്റെ ഒരു ശുഷ്കാന്തി കാണിക്കണമെന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗം. അതിന് ഹർജി കൊടുത്തതിനെ നമ്മൾ വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഹർജിക്കാരനെ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? ഇനി അഥവാ അതിന് വ്യത്യസ്തമായ ഒരു രൂപത്തിൽ വന്നാൽ കോടതിയിൽ താഴത്തെ കോടതിക്ക് മേളിൽ വേറെ എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മളുടെ ബഹുമാനപ്പെട്ട രാംകുമാർ സാറിനെ പോലുള്ള ആളുകൾക്കറിയാമല്ലോ, അപ്പീലും സെക്കൻഡ് അപ്പീലും എല്ലാം പോസിബിളില്ലേ. അതവിടെ നിൽക്കട്ടെ. എന്നാലും ഈ കേസ് കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി കോടതിയെ ധരിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളത്. അതാണ് ഞാനും പറഞ്ഞത്. ഇങ്ങനെ ചരിത്രപരമായ സംഭാവനകൾക്ക് എന്തിനു മുതിരണം? അവിടെയാണോ ശ്രീ തിരുവഞ്ചൂർ? ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ KT ജലീൽ, ഇതിൽ താങ്കൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോയതാകാം, ഗൂഢലക്ഷ്യം നടത്തുന്ന കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വിധത്തിലല്ല ആ ഹർജി വന്നത്. അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞതുപോലെ ഒരു യൂത്ത് കോൺഗ്രസ് നിർഭാഗ്യവശാൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെയോ പ്രവർത്തകൻ്റെയോ ആണ് ആ ഹർജി. ആ ഹർജിയാണ് ഈ വിധത്തിൽ സർക്കാരിനടക്കം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുവായ വികാരം നിലനിൽക്കെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളും ഒക്കെ ഇടവരുത്താൻ ഒരു സംഭാവന ചെയ്തത്. പക്ഷേ അതിലൊരു ഗൗരവമായ പ്രശ്നം അദ്ദേഹത്തെ പോലെ ഒരു അഭിഭാഷകൻ പറഞ്ഞ് തള്ളാവുന്നതല്ല. ഈ ഹർജിയെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ രാവിലെ വാദിച്ചില്ല എന്നല്ല, വാദിച്ചു. പക്ഷേ ആ ഹർജി ദുർബലപ്പെടുന്നൊരു ഘട്ടത്തിൽ ഈ മൗലികാവകാശങ്ങൾ എങ്ങനെ ലംഘിക്കപ്പെടുന്നു എന്ന് വിശദീകരിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ഡിഫെൻഡ് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയാതെ പോയി? ഇനിയും സാധ്യതകളുണ്ട്, സാധ്യതകൾ അടഞ്ഞു എന്ന മട്ടിലൊന്നുമല്ല. പക്ഷേ അതൊരു സൂചനയാണ്. ഒരു വലിയ നിയമ പോരാട്ടത്തിന് സംസ്ഥാനം എന്ന നിലയിൽ തന്നെ സർക്കാർ മുൻകൈ എടുക്കുമ്പോൾ ഇത്തരം ജാഗ്രത കുറവുകളും അപകടങ്ങളും പഴുതുകളടച്ച് മുന്നോട്ട് പോകാൻ ഒരു പാഠമാകണം. ഞാൻ മാത്രമല്ലല്ലോ ഈ ഹർജിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് പറഞ്ഞത്. ബഹുമാന്യനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞല്ലോ. അത് ഒരു പ്ലേ കളിക്കുകയായിരുന്നു. കോടതി അത്തരത്തിലുള്ള ഒന്നിന് വശപ്പെട്ട് കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അദ്ദേഹം തൊട്ട് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയിൽ തന്നെ പറഞ്ഞല്ലോ. അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന വിധം അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് കൊടുത്തിട്ടുള്ള ഒന്നല്ല, ഒരു വ്യക്തി കൊടുത്തിട്ടുള്ളതാണ് എന്ന്. സത്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ശക്തമായി അതിൻ്റെ അഭിപ്രായം AGയിലൂടെ കോടതിയിൽ പറഞ്ഞു.
ആ കാര്യത്തിലൊന്നും സംശയമില്ല. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു അന്തിമമായിട്ടുള്ള ഒരു ഘട്ടവും അല്ല. ഈ നിയമ പോരാട്ടം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വക്കീലിനെ തന്നെ അണിനിരത്തി ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ അഭിപ്രായത്തിനൊത്ത് ഈ ഗവൺമെൻറ് നിയമരംഗത്ത് എത്ര മുന്നോട്ട് പോകാൻ കഴിയുമോ അത്രയും മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു സന്ദേഹവും ആർക്കും വേണ്ട. അഡ്വക്കേറ്റ് രാംകുമാർ, ഇതിൽ സംസ്ഥാനം ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യങ്ങളെ വിശദീകരിച്ചത്. ഇപ്പോൾ മന്ത്രിയും ആ നിലപാട് ആവർത്തിച്ചു. ഇനിയിപ്പോൾ ഇപ്പോൾ എല്ലാം പൊതുതാൽപര്യ ഹർജികളാണ്, വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകളൊക്കെ ആകാം. പക്ഷേ സർക്കാർ തന്നെ അത്തരമൊരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാൻ പോകുമ്പോൾ കാര്യം കുറെ കൂടി ഗൗരവതരമാവുകയാണ്. ഇല്ലാത്ത അധികാരമാണ് ഈ ചട്ടം. അങ്ങനെ ഒരു ചട്ടം രൂപീകരിക്കാൻ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല. ഈ ആക്ടിൻ്റെ പ്രകാരം അടക്കം ഈ 2017 ചട്ടം ആ വിധത്തിൽ കടന്നുകയറ്റമാണ് എന്ന് പറയുന്ന ഒരു നിയമ പോരാട്ടത്തിന് സംസ്ഥാനം നിലപാടെടുക്കുമ്പോൾ അത് ഗൗരവതരമായൊരു നിയമ പോരാട്ടത്തിൻ്റെ വഴി തുറക്കാൻ സാധ്യതയില്ലേ? കേന്ദ്ര സർക്കാരിൽ ഒരു ഇളവ് പ്രതീക്ഷിക്കാമോ ഈ ഉത്തരവിൻ്റെ പുറത്ത് ഇന്നത്തെ സമീപനം കൂടി കാണുമ്പോൾ? അതല്ല, തീർച്ചയായിട്ടും നിയമ പോരാട്ടത്തിന് ധാരാളം സൗകര്യങ്ങളും അതിനുള്ള വഴികളും തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് അധികാരമില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ആളുകൾ പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു അനിമൽസ് ആക്ടിലെ സെക്ഷൻ 38(2)G ഒന്ന് വായിച്ച് നോക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിന് മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാനും വിൽക്കലും വാങ്ങലും അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ചട്ടങ്ങളുണ്ടാക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 38(2)G. അത് നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ പരിധിക്കുള്ളിലുള്ള ചട്ടങ്ങളാണോ അല്ലയോ എന്നാണ് കോടതികൾ പരിശോധിക്കുന്നത്. അത് ഫെഡറൽ സംവിധാനത്തിന് എങ്ങനെയാണ് ബാധിക്കുക? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇവരിലേക്ക് പോകുമ്പോൾ അഡ്വക്കേറ്റ് രാംകുമാർ, ഇപ്പോൾ ഈ പറഞ്ഞ 1960 ജന്തു പീഡന നിരോധന നിയമം തീർച്ചയായും കേന്ദ്ര നിയമമാണ്. പക്ഷേ ഈ കന്നുകാലി വിൽപ്പന എന്ന് പറയുന്ന ഭാഗം അത് സംസ്ഥാന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ലേ? അതുപോലെ തന്നെ അറവുശാലകൾ, അത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരും, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ലൈസൻസോടെ പ്രവർത്തിക്കേണ്ടതും. ഈ നിലയിലുള്ള ഒരു വേർതിരിവ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കെ ഈ പറയുന്ന 60 നിയമത്തിന് വിരുദ്ധമാണ് ചട്ടത്തിലെ 22B 22E എന്ന് പറഞ്ഞുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയിലെ മധുര ബെഞ്ചിലെ ഹർജി പോയത്. അവിടെയാണ് അത് 4 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തത്. അത് വിധിയാണ്. അത്തരം വിധികൾ യഥാർത്ഥത്തിൽ മധുര ഹൈക്കോടതിയുടേത് പോലെ ഒരു ഓർഡർ യഥാർത്ഥത്തിൽ വന്നിട്ടില്ല, ഉത്തരവ് വന്നിട്ടില്ല. ഒന്നാമത് മദ്രാസ് ഹൈക്കോടതി വിധിയല്ല, ഉത്തരവ്. മദ്രാസ് ഹൈക്കോടതിൻ്റെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ വെക്കേഷൻ കോർട്ടിൽ നാളെ കോടതി തുറക്കുന്നതിന് മുമ്പ് അടിയന്തര പ്രാധാന്യം ഉള്ള ഒരു ഹർജി വന്നപ്പോൾ ആ ഹർജിയിൽ വാദിക്കാനുള്ള സംഗതികളുണ്ടോ എന്ന് പ്രഥമദൃഷ്ട്യാ പരിശോധിച്ച് ഉണ്ടെങ്കിൽ ആ ഉത്തരവ് നടപ്പാക്കുന്നത് ശരിയല്ല എന്ന നിലപാടിൽ ഒരു സ്റ്റേ കൊടുത്തു. ഇതിലെന്തത്ര അസാധാരണമായിട്ടുള്ളത്? അത് രാജ്യവ്യാപകമായി നടപ്പാക്കണമെന്ന് നമ്മുടെ പ്രഗത്ഭനായൊരു മുഖ്യമന്ത്രി പറയുന്നത് കേട്ടിട്ട് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നടപ്പാക്കണം എന്നല്ല അഡ്വക്കേറ്റ് രാംകുമാർ, നടപ്പാക്കണം എന്നല്ല, അതിന് രാജ്യവ്യാപക താല്പര്യമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയല്ലേ? അത് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്നുകൊണ്ട് ശരിയല്ലേ? അല്ലാതെ ആ ഹൈക്കോടതി വിധി രാജ്യമാകെ നടപ്പാക്കണം എന്നല്ല, ആ നിലയിലല്ല ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷെ ആ പ്രാധാന്യമുണ്ട് എന്നാണ് പറഞ്ഞത്. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാമെങ്കിൽ രാജ്യവ്യാപകമായ ബാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് ചില ചാനലുകൾ സ്ക്രോൾ എഴുതി കാണിച്ച്. നിങ്ങളുടെ ചാനലുകളെ എത്രമാത്രം വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വായിച്ചത് അതാണ്. പക്ഷേ ഇവരൊക്കെ പറയുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 38(2)G, the precautions to be taken in the capture of animals for purposes of sale, export or for any other purpose and the different applications or devices that may alone be used. അപ്പോൾ അതിനർത്ഥം സെയില്, എക്സ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ക്രൂരത ഒഴിവാക്കാനുള്ള ബാധ്യതയും കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഇവിടെ നമ്മൾ പാലക്കാട് പ്രദേശത്ത് പോയിട്ടുള്ള ആളുകൾക്കറിയാം, 4 ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് അറക്കാനുള്ള കന്നുകാലികളെ ലോറിയിൽ നിന്ന് ഇറക്കി വിടും. അവിടെ നടക്കുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ
ശരി. ഈ ഗോമാംസം കഴിക്കാത്ത ആളാണ്. പക്ഷേ ഇത് ശ്രദ്ധിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അവിടെ നടക്കുന്നത് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് ഇവരുടെ വെയിറ്റുകൾ കൂട്ടിയിട്ട് കേരളത്തിലെ ബീഫ് തിന്നുന്ന ആളുകളുടെ മുഴുവൻ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ അവരെ കിഡ്നി രോഗികളും ക്യാൻസർ രോഗികളുമാക്കുന്ന നമ്മുടെ KT ജലീലിനെ പോലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗം മുഴുവൻ രോഗികളാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ താങ്കളിലേക്ക് വരാം. മിനിസ്റ്റർ ശ്രീ KT ഞാനൊന്ന് വരാം. അഡ്വക്കേറ്റ് രാംകുമാർ ഞാനൊന്ന് വരാം. ഒരു ഇടവേളയിലേക്ക് പോകും മുമ്പ് മിനിസ്റ്റർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദങ്ങളോടുള്ള താങ്കളുടെ വിയോജിപ്പ് ഏതു വിധത്തിലാണ്? ഈ ചട്ടം എങ്ങനെയാണ് കടന്നുകയറ്റമാകുന്നത്? സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന് മന്ത്രിസഭാ യോഗം ഒരു നിഗമനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, പൗരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ജന്തു ക്ഷേമമാണ് മുൻനിർത്തിയത് എന്നാണ് ആ ചട്ടപ്രകാരം സർക്കാർ പറയുന്നത്. ഇപ്പോൾ ഈ നിലയിലാണ് അഡ്വക്കേറ്റ് രാംകുമാർ അതിനെ വിശദീകരിച്ചു വരുന്നത്. എങ്ങനെയാണ് ചട്ടം സംസ്ഥാനങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാകുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ആനിമൽസ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അതൊരു കൺകറൻറ്റ് സബ്ജക്റ്റാണ് എന്നാണ്. കൺകറൻറ്റ് സബ്ജക്റ്റ് ആണെന്ന് സമ്മതിച്ചു കൊടുത്താൽ തന്നെ അത് സംബന്ധമായി സംസ്ഥാനങ്ങളോട് അഭിപ്രായം ചോദിക്കുവാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട്. പിന്നെ മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാനാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചത് എന്നതാണ് വാദമെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ആടുകൾ എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയത്? പന്നികൾ ഭക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ ഇവിടെ, പട്ടികളെ തിന്നുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ. അവയൊന്നും തന്നെ ഇതിൻ്റെ ഈ ക്രൂവാലിറ്റി, മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇടം പിടിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ശ്രീ തിരുവഞ്ചൂർ താങ്കളുടെ ഒരു അഭിപ്രായം? ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ നിയമപരമായി വിമർശിക്കപ്പെടുകയാണ് സർക്കാരിൻ്റെ വാദങ്ങളെ. താങ്കളുടെ ഒരു വിയോജിപ്പുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തോട്? ഇപ്പം 1960 ആക്റ്റാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത്. ഞാൻ ആ ആക്ട് കറക്റ്റാണ്, അത് നിയമപുസ്തകത്തിൽ അതുണ്ട് തന്നെ. പക്ഷേ ഇത് ഇന്ത്യയിൽ പ്രാക്ടിക്കലായിട്ട് നോക്കിയാൽ അതിനേക്കാൾ വലിയ ലംഘനങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട്. ഇപ്പോൾ ക്രൂവൽറ്റി അഗൻസ്റ്റ് ആനിമൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുക, ആനയെ നമുക്ക് എഴുന്നള്ളിക്കാൻ പറ്റുമോ? നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ആനത്താവളത്തിൽ ആനയെ കൊണ്ട് നിർത്തുന്നതിനെക്കുറിച്ച് വിമർശനങ്ങൾ വന്നിട്ടില്ലേ? അതിനെക്കുറിച്ച് ഒത്തിരി കോടതികളുടെ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മുടെ നാട്ടിലെ ആനിമൽസിനെതിരായിട്ട് ഒത്തിരി പീഡനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ വന്നിട്ടില്ലേ? അപ്പോൾ ക്രൂവൽറ്റി ആണെന്ന് വരികിൽ അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ എല്ലാ കാര്യത്തിലും നമുക്ക് ഒരേ അളവുകോലോടുകൂടി കാണാൻ കഴിയണം. പിന്നെ കശാപ്പും അറവുമാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു പറ്റം ആളുകളെ വേണമെങ്കിൽ അത് വിഷമിപ്പിക്കാം. പ്രത്യേകിച്ച് മാടിനെ അറക്കുന്നതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന നോർത്ത് ഇന്ത്യയിലെ കുറേയധികം ആളുകളുണ്ട്. അത് ഭക്ഷണ പദാർത്ഥമാക്കി എടുക്കുന്നതിനെക്കുറിച്ച് യോജിക്കാത്ത കുറേ ആളുകളുണ്ട്. പക്ഷേ അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ആളുകളുമുണ്ട്. ഇപ്പോൾ മത്സ്യം കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. സസ്യഭുക്കുകളായിട്ടുള്ള ബംഗാളിലെ ആളുകൾ മത്സ്യം കഴിക്കുന്ന ആളുകളാണ്. സസ്യഭുക്ക് എന്നവർ പറയുമെങ്കിലും അവർ സത്യം പറഞ്ഞാൽ അവർ മത്സ്യം കഴിക്കുന്ന ആളുകളാണ്. UP-യിലുള്ള ആളുകൾ സസ്യഭുക്കുകളാണെങ്കിലും അവർ മത്സ്യം കഴിക്കുന്നവരാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു അളവുകോലോടുകൂടി കാണാൻ പറ്റുമോ? ശരി. അപ്പോൾ കേരളത്തിൻ്റെ വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളുണ്ട്. അതിനകത്ത് ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്നുള്ള നിലയിൽ അതിനെ വേർതിരിക്കേണ്ട കാര്യമേ ഇല്ല. ആ കേരളത്തിൻ്റെ പ്രത്യേകതയിൽ നമുക്കൊരു ചില കാര്യങ്ങളിൽ നിലപാടുകൾ എടുത്തേ മതിയാകും. ആ നിലപാടും അതിന് നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണവുമാണ് നമുക്ക് നടത്തേണ്ടത്. തീർച്ചയായും ശ്രീ തിരുവഞ്ചൂർ, ഞാൻ അതിലേക്ക് വരാം. ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് നിയമപരമായ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിന് നിയമപരമായ പരിരക്ഷ എത്രമാത്രമുണ്ട്? ഏതാണ്ട് 85-90% ആളുകളും മാംസാഹാര പ്രിയരായ ഒരു സമൂഹം, അതിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയുന്നതാണ്. വളരെ വളരെ മാംസാഹാരത്തിന് ഏറെ പ്രിയമുള്ള ഒരു നാടിൻ്റെ പൊതുവായ വികാരം അതിലുണ്ട്. നിരോധനമില്ല എന്ന് പറയുമ്പോഴും നിബന്ധനകൾ യഥാർത്ഥത്തിൽ നിരോധനത്തിന് വഴിമാറുകയാണോ എന്ന ചോദ്യം, അതൊരു പ്രത്യക്ഷ നിരോധനം തന്നെ ആകുന്നുണ്ടോ? അത് ഈ പറഞ്ഞതുപോലെയുള്ള ഭക്ഷണത്തിൻ്റെയും തൊഴിലിൻ്റെയും മൗലികാവകാശ ലംഘനമാണോ? അതിനെതിരായ നിയമപോരാട്ടം എങ്ങനെ പഴുതടച്ചു പോകാനാകും എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം മൂവരിലേക്കും വേഗം മടങ്ങി വരാം.
പ്രൈം ഡിബേറ്റ് കഴിഞ്ഞ അരമണിക്കൂറായി കന്നുകാലി വിൽപ്പന നിയന്ത്രണ ഉത്തരവ് അത് യഥാർത്ഥത്തിൽ വലിയൊരു നിയമപ്രശ്നമാകുമ്പോൾ അതിൽ പല കോടതികൾ പല നിലപാടുകൾ ആശയക്കുഴപ്പം അടിമുടി പ്രശ്നം സങ്കീർണമാകുന്നു എന്ന നിലയിലുള്ള പൊതു അവസ്ഥയാണ് ചർച്ച ചെയ്ത് വളരെ പ്രമുഖരായ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുകൾ പറയാവുന്ന സംസ്ഥാനത്തിൻ്റെ തദ്ദേശ ഭരണ മന്ത്രി ഡോക്ടർ കെ.ടി. ജലീൽ, പ്രമുഖ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് രാംകുമാർ, മുൻ മന്ത്രി കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരാണ് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ജാഗ്രതയോടുകൂടി ഈ കേന്ദ്ര ഉത്തരവിനെതിരായ പോരാട്ടം നിയമപരമായും രാഷ്ട്രീയമായും തുടരും എന്ന് മന്ത്രി വിശദീകരിക്കുന്നു. നിയമപരമായ പ്രൊട്ടക്ഷൻ എത്രമാത്രമുണ്ടെന്ന പരിശോധനയോടെ സർക്കാർ ജാഗ്രതയോടെ പോകണം എന്ന് മുൻമന്ത്രി എന്ന നിലയിൽ തിരുവഞ്ചൂർ പറയുന്നു. പക്ഷേ ചട്ടം ഒരു തരത്തിലും മനസ്സിലാക്കാത്ത തീർത്തും നിരാശാജനകമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് എന്ന രൂക്ഷ വിമർശനം അഡ്വക്കേറ്റ് രാംകുമാർ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നു. ഇവിടെ നിന്നും ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, പഴുതുകൾ അടച്ച് കേരളത്തിന് ഈ എതിർപ്പ് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനാകും, കേന്ദ്രത്തെ തിരുത്തിക്കാനാകുമോ? മറ്റൊന്ന്, കേന്ദ്രം ഇത്ര വിപുലമായൊരു ഉത്തരവ് ഇറക്കുന്നത് അടിസ്ഥാനപരമായി സമ്പൂർണ്ണമായി ഗോവധ നിരോധനം എന്നതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണോ എന്ന ചോദ്യവും. ഇവിടെ അഡ്വക്കേറ്റ് രാംകുമാർ, നേരത്തെ താങ്കൾ മൃഗങ്ങളോടുള്ള ക്രൂരതയെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായും അറവിനായി കൊണ്ടുവരുന്ന കന്നുകാലികളുടെ കാര്യത്തിൽ അടക്കം ക്രൂരത ഇല്ലാതാക്കാൻ താങ്കൾ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം നിയന്ത്രിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് നിയന്ത്രണങ്ങളാകാം, ക്രമീകരണങ്ങളാകാം. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ മാംസാഹാര പ്രിയരായ ആളുകൾ അവരുടെ ഭക്ഷണപരമായ താല്പര്യം, അവകാശം ഒരു ഭാഗത്ത്, തൊഴിൽപരമായ അവകാശം മറുഭാഗത്ത്, ഈ അറവ്, ഈ കശാപ്പ് എന്നതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കെ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ടല്ലേ ഒരു സർക്കാർ ഉത്തരവുകളിലേക്ക് പോകാനാകൂ. അല്ലാതെ 100% ആളുകളെയും താങ്കൾ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ആക്കിയേക്കാം എന്നൊരു രാഷ്ട്രീയ മൗഢ്യം ഒരു സർക്കാരിനുണ്ടായാൽ അത് എവിടെ ചെന്ന് അവസാനിക്കും? അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു സമ്പൂർണ്ണ ഗോവധ നിരോധനത്തിൽ കാര്യങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വിപുലമായ ടെസ്റ്റ് ഡോസാണോ? അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ച് എനിക്കറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പ്രേക്ഷകരെ ബോറടിക്കാറില്ല. പക്ഷേ അതിനു മുമ്പ് ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ മന്ത്രിയോട് ഒരു വാക്ക് സൂചിപ്പിച്ചോട്ടെ. അദ്ദേഹം ആടുകളെക്കുറിച്ച് സംശയം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ട്രാൻസ്പോർട്ട് ഓഫ് അനിമൽസ് റൂൾസ് 1978 കേന്ദ്ര ഗവൺമെൻറ് 1978 ഇപ്പോൾ ചെയ്ത പോലെ സംസ്ഥാനങ്ങളെ മുഴുവൻ കൺസൾട്ട് ചെയ്ത് ഉണ്ടാക്കിയ അതിൽ ചാപ്റ്റർ 6 ആടുകളെയും മറ്റ് മൃഗങ്ങളെയും എങ്ങനെ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ചാപ്റ്റർ 4 ട്രാൻസ്പോർട്ട് ഓഫ് കാറ്റിൽ പറയുന്നുണ്ട്. ഈ 78 ഉണ്ടാകാത്തൊരു എതിർപ്പ് ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധമാണ്, ഭക്ഷണ വിരുദ്ധമാണ്, മൗലികാവകാശ ധ്വംസനമാണ് എന്ന അഭിപ്രായം പറയാം. രാഷ്ട്രീയമായ ഗതികളിൽ എന്തഭിപ്രായം പറയാം. പക്ഷേ അഭിപ്രായം പറയുന്നതിന് മുമ്പ് പ്രബുദ്ധരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ, മുഖ്യമന്ത്രിക്ക് 8 ഉപദേശകരുണ്ട്. ശ്രീ കെ ടി ജലീലിന് ഏതെങ്കിലും ഉപദേശകൻ്റെ ഉപദേശം സ്വീകരിക്കാം. ഞാൻ പറഞ്ഞു ശരിയാണോ എന്ന് അദ്ദേഹം ചോദിക്കട്ടെ. മിനിസ്റ്റർ, ഇക്കാര്യത്തിൽ സർക്കാർ ഒരു സാമൂഹിക യാഥാർത്ഥ്യം, ഇപ്പോൾ അദ്ദേഹം നിയമപരമായ ഒരു പരിഗണനയിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സാമൂഹികമായ യാഥാർത്ഥ്യത്തിൽ ഇപ്പോൾ ചന്തകളിൽ ഈ കശാപ്പിനായി കൊണ്ടുവരുന്ന വിൽപ്പനകളെയാണ് നിയന്ത്രിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്രം വിശദീകരിക്കുന്നു. മറ്റെല്ലാ തരത്തിലുമാകാമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു നിരോധനത്തിൻ്റെ, പ്രത്യക്ഷ നിരോധനത്തിൻ്റെ തന്നെ തെളിവായി വിശദീകരിച്ചു കൊടുക്കാനാവുക അദ്ദേഹത്തിന്? ഈ ചട്ടം അത് പൂർണ്ണമായും കശാപ്പിനെ നിയന്ത്രിക്കുന്നതും നിരോധിക്കുന്നതുമാണ്, ഭക്ഷണപരമായ ഒരു ഇടപെടലാണ് എന്നെങ്ങനെയാണ് അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക താങ്കൾ? അങ്ങനെ ഈ ചട്ടത്തിനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കോടതിയും പറഞ്ഞത് അങ്ങനെയാണ്. ബഹുമാന്യനായ പ്രഗത്ഭനായ അഭിഭാഷകൻ ശ്രീ രാംകുമാർ ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നാൽക്കാലികളെ വെയിറ്റ് കൂടാൻ വേണ്ടി ഇഞ്ചക്ഷൻ നടത്തുന്നു. അവയുടെ ഇറച്ചി നമ്മളുടെ നാട്ടിൽ കൊണ്ടുവന്ന് ആളുകൾ ഭക്ഷിക്കുമ്പോൾ അവർക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു. ക്യാൻസർ ഉണ്ടാകുന്നു, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുന്നത് മാംസം കഴിക്കുന്ന ആളുകളിൽ മാത്രമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളുടെ സംസ്ഥാനത്തേക്ക് വരുന്ന പച്ചക്കറികൾ വിഷലിപ്തമാണ്, മത്സ്യം വിഷം കലർത്തിയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഒരു നിരോധനം
ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരുന്നതിന് നമ്മളുടെ നാട്ടിൽ ആരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അതിനെന്താ തുനിയാത്തത്? വിഷാംശങ്ങളടങ്ങിയിട്ടുള്ള മത്സ്യം, ഉണക്ക മത്സ്യം ഉൾപ്പെടെ നമ്മളുടെ സംസ്ഥാനത്തേക്ക് വരുന്നു എന്ന് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തല്ലോ. അതിൻ്റെ വെളിച്ചത്തിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തി അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാത്തത്? ഇതൊരു ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നമല്ല. കേരളത്തിലോ രാജ്യത്തോ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല പോത്തിറച്ചിയും അതുപോലെ തന്നെ കാളയിറച്ചിയും ഒക്കെ ഭക്ഷിക്കുന്നത്. കേരളത്തിൽ 97% ആളുകളും മാംസാഹാരം കഴിക്കുന്നവരാണ്. 3% മാത്രമാണ് പ്യുവർ വെജിറ്റേറിയൻസ് എന്ന് പറയാൻ കഴിയുന്നവർ. തീർച്ചയായും അവർക്കതിനുള്ള അവകാശമുണ്ട്. പച്ചക്കറി മാത്രമേ ഞാൻ കഴിക്കൂ എന്ന് ഒരാൾ തീരുമാനിച്ചാൽ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്? എൻ്റെ വന്ധ്യനായിട്ടുള്ള പിതാവ് പച്ചക്കറി മാത്രമാണ് കഴിക്കാറ്. അദ്ദേഹം 15ാമത്തെ വയസ്സ് മുതൽ മാംസാഹാരമോ മത്സ്യമോ കഴിക്കാറില്ല. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹം മത്സ്യം വാങ്ങിത്തരാറുണ്ട്, ഞങ്ങൾക്ക് അദ്ദേഹം മാംസം വാങ്ങിത്തരാറുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. മറ്റുള്ളവർക്ക് എന്ത് ഭക്ഷിക്കണമെന്ന് തൻ്റെ ഇഷ്ടപ്രകാരം തീരുമാനിക്കാൻ ഒരാൾക്ക് കഴിയില്ല, ഒരു സർക്കാരിനും അതിന് സാധ്യമാവുകയില്ല. അതാണ് യാഥാർത്ഥ്യം. ഇതൊരു ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നമേ അല്ല. നമ്മളുടെ നാട്ടിൽ മാംസാഹാരികളായി എല്ലാ മതസമുദായങ്ങളിൽ പെടുന്നവരുമുണ്ട്. നമ്മൾ അങ്ങനെയുള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ 25 ലക്ഷത്തോളമാണ് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ. അവരിൽ മഹാഭൂരിഭാഗം താഴ്ന്ന പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്നവരാണ്. അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുന്നു. ഇക്കാലമത്രയും ഈ ആടുമാടുകളെ മനുഷ്യൻ ഭക്ഷിക്കുന്നു. എന്നിട്ടും അതിന് എന്താണ് ഒരു വംശനാശം സംഭവിക്കാത്തത്? ഇല്ലല്ലോ. അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ ഒരു സഹജതയാണ്. ആ സഹജതയ്ക്കെതിരായിട്ടുള്ള സമീപനങ്ങളും അഭിപ്രായങ്ങളുമാണ് സത്യത്തിൽ ഇതൊന്നും വേണ്ട എന്ന് പറയുന്നതിലൂടെ വെളിപ്പെടുന്നത്. ഇത് ആത്യന്തികമായി ചെന്നെത്തുക ഒരു തരം ഫാഷിസ്റ്റ് മനോഭാവത്തിലും ചിന്താഗതിയിലും അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ നിയമ നടപ്പിലാക്കലിലുമാണ്. അത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ആത്യന്തികമായി ദുർബലപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സന്ദേഹം വേണ്ട. തീർച്ചയായും ഒരു രാഷ്ട്രീയ നിരീക്ഷണമായതുകൊണ്ട് തന്നെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇതിൽ ഒരു തരത്തിലും മൗലികാവകാശങ്ങളുടെ ലംഘനമില്ല എന്ന ഒരു ബോധ്യം അഡ്വക്കേറ്റ് രാംകുമാർ ആ ബോധ്യത്തോടു കൂടിയുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ കോടതി ഇന്ന് ബോധ്യപ്പെടുത്താനായില്ല എന്നത് മാറ്റിവെച്ചാൽ ഇത് കൃത്യമായ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് വിശ്വസിക്കുകയും വിശദീകരിക്കാനും സന്നദ്ധനാണോ താങ്കൾ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ചട്ടത്തിൽ പറയുന്ന കന്നുകാലി ചന്തകളിലെ കശാപ്പ് വിൽപ്പന ഒഴിവാക്കുക എന്ന് പറയുക കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയാണത് എന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നുവെങ്കിലും അത് ഫലത്തിൽ ഈ കശാപ്പ് എന്ന് പറയുന്നതിലെ അതുവഴി സൃഷ്ടിക്കുന്ന ഭക്ഷണപരമായ സ്വാതന്ത്ര്യത്തിലും തൊഴിൽപരമായ സ്വാതന്ത്ര്യത്തിനും സൃഷ്ടിക്കുന്ന തടസ്സം, അത്തരമൊരു നിരോധനം തന്നെയാണോ ഈ ചട്ടം ലക്ഷ്യം? അങ്ങനെയല്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. ആ വാദഗതിയാണ് അഡ്വക്കേറ്റ് രാംകുമാറിനും അക്കാര്യത്തിൽ ഉള്ളത്. ഈ രണ്ട് പ്രധാനപ്പെട്ട തർക്ക പ്രശ്നങ്ങളിൽ താങ്കളുടെ ഒരു അഭിപ്രായം? ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ആദ്യം എടുത്ത തീരുമാനത്തിൽ നിന്ന് കുറച്ച് തീരുമാനത്തിൽ നിന്ന് ഡൈല്യൂട്ടഡായി വന്നൊന്നാണ്. ഇപ്പോൾ കോടതി, ഇപ്പോൾ കേരള ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തു, മദ്രാസ് ഹൈക്കോടതിയുടെ മറ്റൊരു തീരുമാനമുണ്ട്. അതിനെക്കുറിച്ച് രാംകുമാർ സാറ് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ പറഞ്ഞു. നാളെ കോടതി തുറക്കുമ്പോൾ അവിടെ അവർ വാദത്തിന് വരുമ്പോൾ വാദം കേട്ടതിന് ശേഷം തീരുമാനമെടുക്കും. അതുവരെ സ്റ്റേ ആണ്. പക്ഷേ കേരള ഹൈക്കോടതിയിൽ എടുത്തിരിക്കുന്ന തീരുമാനം പക്ഷേ വ്യത്യസ്തമായ തീരുമാനമാണെങ്കിലും ഞാൻ അതിനകത്തൊരു പോസിറ്റീവായ വശം കാണുന്നുണ്ട്. കാരണം കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഒരു തീരുമാനങ്ങളായല്ലോ. ആ കുറേ കാര്യങ്ങളെങ്കിലും അതിനകത്ത് ക്ലിയറായി എന്നുള്ളത് നന്നായിരിക്കട്ടെ. നമ്മൾ നെഗറ്റീവായിട്ട് കാണണ്ട, നമ്മളതിനെ പൊളിറ്റിക്സ് വെച്ച് കാണണ്ട, കേസ് കൊടുക്കാൻ പോയ വ്യക്തിയുടെ ഷർട്ടും മുണ്ടും നോക്കി നമ്മൾ തീരുമാനമെടുക്കേണ്ട. അത് കുറേ കാര്യങ്ങളിലെങ്കിലും ഒരു തീരുമാനം വന്നെങ്കിൽ അത്രയും ആവട്ടെ, ബാക്കിയുള്ളതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന വേറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ പ്രസംഗങ്ങളും അതിനെ സംബന്ധിച്ചുള്ള ലഘുലേഖകളും ഫ്ലെക്സും അല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അത് അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾക്കൊപ്പം ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി കൂടി ഉണ്ടല്ലോ. എന്താണ് ചെയ്യേണ്ടത്, ചെയ്യാത്തത് ഈ സർക്കാർ? നിയമപരമായി നീങ്ങാൻ പോകുന്നു, മുഖ്യമന്ത്രിമാരെ വിളിച്ചുകൂട്ടാൻ പോകുന്നു, പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നു, വേണ്ടി വന്നാൽ ബദൽ നിയമനിർമ്മാണം നടത്തേണ്ടി വന്നാൽ അതേക്കുറിച്ച് ആലോചിക്കും എന്നും മന്ത്രി പറഞ്ഞു. ഇതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത്?
പ്രത്യേക നിയമസഭാ സമ്മേളനം കൂടാൻ പോകുന്നെങ്കിൽ ഇവിടെ സ്പീക്കറുടെ അവിടുന്ന് എന്തോ അറിയിപ്പില്ല, ഗവർണറുടെ അവിടുന്ന് സമൻസ് വരേണ്ടതുണ്ട്, രണ്ടും ഉണ്ടായിട്ടില്ല. ക്യാബിനറ്റ് ഒരു പക്ഷേ തീരുമാനിച്ചിട്ടുണ്ടാകും. തീരുമാനിച്ച വിവരം അവരെ ക്യാബിനറ്റ് രഹസ്യമായതുകൊണ്ട് പുറത്തും വിടാൻ പറ്റിയില്ല. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, അതിൻ്റെയൊക്കെ സമൻസ് വരട്ടെ, വരുന്ന മുറയ്ക്ക് നമുക്ക് കാണാം. അതല്ല ശ്രീ തിരുവഞ്ചൂർ, ഞാനതല്ല പറഞ്ഞത്. ശ്രീ തിരുവഞ്ചൂർ, ഞാനതല്ല പറഞ്ഞത്. ഇതിലെല്ലാവരും ഒറ്റക്കെട്ടാണ്, സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നൊക്കെ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ. പക്ഷേ ഒരു സംശയത്തിൻ്റെയും ഒരു വിശ്വാസമില്ലായ്മയുടെയും സ്വരം താങ്കളുടെ വാക്കുകളിലുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നു, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിയമസഭാ സമ്മേളനം, പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കും എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ചെയ്തതല്ലാതെ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തില്ല എന്ന് താങ്കൾ പറഞ്ഞു കേട്ടു. എന്താണ് ചെയ്യേണ്ടത്? മന്ത്രി കേൾക്കട്ടെ, നല്ലതാണെങ്കിൽ സ്വീകരിക്കട്ടെ, അങ്ങനെയാണല്ലോ വേണ്ടത്. സ്വാഭാവികമായിട്ടും കേരള ബഹുജനങ്ങളുടെ ഒരു മൊത്തത്തിലുള്ളൊരു അഭിപ്രായ രൂപീകരണം ഈ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെ? ആദ്യമായി ഗവൺമെൻറ് ചെയ്യേണ്ടത് അതല്ലേ? എങ്ങനെയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്? ഈ ചെയ്ത ഇങ്ങനെയൊരു നിയമം ഉണ്ടായിരിക്കുന്നു, ഇങ്ങനൊരു ലംഘനം ഉണ്ടായിരിക്കുന്നു, എന്നാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഒരു പൊതുവികാരം എന്താണ് എന്നറിയാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കണ്ടേ? ഇതിപ്പോൾ ഓരോ സ്ഥലത്ത് നിന്നുകൊണ്ട് അവനവൻ്റേതായ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ വരുന്നതല്ലാതെ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുവായ ഒരു അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി ശ്രമിക്കണ്ടേ? അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ ശ്രീ കെ ടി ജലീൽ? സർക്കാർ അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഒരു അവിശ്വാസം ശ്രീ തിരുവഞ്ചൂർ പങ്കുവെക്കുന്നുണ്ടല്ലോ. മറുപടി. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പോലും ഇല്ലാത്ത അഭിപ്രായമാണ് ബഹുമാന്യനായ തിരുവഞ്ചൂരിനുള്ളത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായിട്ട് മുഖ്യമന്ത്രി സംസാരിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി വളരെ ശക്തമായ ഭാഷയിൽ സംസ്ഥാനത്തിൻ്റെ വികാരം അറിയിച്ച് കത്തെഴുതി. ഇന്ത്യയിലെ BJP ഇതര മുഖ്യമന്ത്രിമാരുമായി ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടു. അവരുമായി ചർച്ച ഉടനെ തന്നെ നടക്കും എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. കോൺഗ്രസിൻ്റെ കർണാടകയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള BJP ഇതര മുഖ്യമന്ത്രിമാർ നമ്മുടെ രാജ്യത്ത് ഇതിനെതിരായി കേരള സംസ്ഥാനം, ഇവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എടുക്കുന്ന സമീപനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കോൺഗ്രസിൻ്റെ MP ആയിട്ടുള്ള ശ്രീ ശശി തരൂർ തന്നെ പറഞ്ഞു, ഉത്തരേന്ത്യയിൽ നിങ്ങൾക്ക് എന്തുമാകാം, പക്ഷേ കേരളത്തിലേക്ക് നിങ്ങൾ അതുമായിട്ടൊന്നും വരേണ്ട, ഇവിടെ ശക്തനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയുണ്ട്, ഒരു കെൽപ്പുള്ള മുഖ്യമന്ത്രിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ശശി തരൂരാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. നിയമസഭാ സമ്മേളനം പ്രത്യേകം ചേരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ KT ജലീൽ ഓരോ വർത്തമാനം പറയുകയാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കില്ലാത്ത അഭിപ്രായം എനിക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന പ്രധാനമന്ത്രിയുടെയും മറ്റു മുഖ്യമന്ത്രിമാരുടെയും കാര്യം. ശശി തരൂർ, രമേശ് ചെന്നിത്തല ഇവരെല്ലാം കോൺഗ്രസ്സുകാരല്ലേ? അദ്ദേഹം പറഞ്ഞത്, തരൂർ പറഞ്ഞത് ഉത്തരേന്ത്യയിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസിന് ഇതൊന്നും പ്രതിരോധിക്കാനാവുന്നില്ല. കേരളത്തെക്കുറിച്ച് പറയുന്നില്ല. കേരളത്തിൽ ശക്തനായ മുഖ്യമന്ത്രി ഉണ്ടെന്ന് ശശി തരൂർ തന്നെ വാഴ്ത്തിയത്രേ. ശരത്ത് തന്നെ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാതെ KT ജലീൽ പറയട്ടെ. ശരത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അവിടെ KT ജലീൽ പറയട്ടെ. ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടി ഒരു പൊതുധാരണ ഉണ്ടാക്കുന്നതിൽ എന്ത് തടസ്സമാണുള്ളത്? അതിനൊരു വേലയുണ്ട്. അതിൻ്റെ കാരണം എന്താ? ഇത് ചെയ്തിരിക്കുന്നതെല്ലാം ഞങ്ങളാണ് എന്ന് വരുത്തി കേരളത്തിൻ്റെ ഒരു പോപ്പുലേഷൻ ഘടനയിൽ മുൻപന്തിയിൽ നിൽക്കാനും ഒരു പോയിന്റ് സ്കോർ ചെയ്യാനുമുള്ള തന്ത്രമാണ് എന്നുള്ളത് കേട്ടാൽ മനസ്സിലാകാത്ത ആരാ? അത് മനസ്സിലാകാത്തപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കാണോ? അത് മനസ്സിലാകാത്തപ്പോൾ ശശി തരൂരിനാണോ? അത് മനസ്സിലാകുന്നത് തിരുവഞ്ചൂരിനും ഉമ്മൻചാണ്ടിക്കും മാത്രമാണോ? അല്ലെങ്കിൽ KC ജോസഫിനുമാണോ? അതല്ല, സർവകക്ഷി യോഗം എന്ന് പറഞ്ഞാൽ ശരത്തിനും മനസ്സിലാക്കണമല്ലോ. വേറെ ആർക്കാ മനസ്സിലാക്കരുത്? എന്നോട് ഈ ചോദ്യം ചോദിക്കുന്ന ശരത്തിന് ഒരു പിടി കിട്ടിയോ? സർവകക്ഷി യോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? സർവകക്ഷി യോഗം എന്താണെന്ന് മനസ്സിലായോ എന്നല്ല ചോദിച്ചത്. സർക്കാർ ശ്രീ ജലീൽ ഏതായാലും എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഇതിൻ്റെ ചാമ്പ്യൻ ആകാൻ സർവകക്ഷി യോഗം വിളിക്കുന്നില്ല, ന്യൂനപക്ഷത്തിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനും ശ്രമിക്കുന്നു. തുറന്നു പറഞ്ഞാൽ അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് മനസ്സിലാക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവും ശശി തരൂരും ഒന്നും അപ്പോൾ അതാണോ മനസ്സിലാക്കാത്തത്? ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും അല്ലെങ്കിൽ KC ജോസഫും ഒക്കെയാണോ അത് മനസ്സിലാക്കുന്നത് എന്നാണ് ഇതും ഞാൻ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് മനസ്സിലായല്ലോ. സർവകക്ഷി യോഗം സർക്കാരിന് വിമുഖതയാണ്, ക്രെഡിറ്റ് നഷ്ടപ്പെടും എന്ന ഭയം കൊണ്ടുള്ള വിമുഖത. മന്ത്രി ഒന്ന് പറഞ്ഞു. ബഹുമാന്യനായ മുഖ്യമന്ത്രി, എന്താ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞത്? മന്ത്രി ഒരു നിമിഷം. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ജലീൽ ഒരു നിമിഷം എന്താണ് ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞത്?
അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് നിങ്ങൾ തമ്മിൽ തീർക്ക്. വെറുതെ എന്നെ അതിനകത്ത് എടുത്ത് ഡിസ്റ്റർബ് ചെയ്യേണ്ട. എന്നെ ഏതെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്ന് പറയും, അപ്പം എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കും. അങ്ങനെ നൈസായിട്ട് ഒഴിവായി. ശ്രീ ജലീൽ ഒന്ന് പൂർത്തിയാക്കിക്കോളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ഇതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മൈലേജും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഈ സർക്കാരിനോ ഉണ്ടാക്കേണ്ട കാര്യവുമില്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചു. ഈ വിഷയത്തിൻ്റെ ഗൗരവം അദ്ദേഹവും മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. സംസ്ഥാനം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും. അതിൻ്റെ സൂചനകളാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, MP-മാർ. ശശി തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എത്ര ശക്തമായിട്ടാണ് അദ്ദേഹം അതിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നത്. കർണാടകയിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അടക്കം നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ BJP ഇതര മുഖ്യമന്ത്രിമാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആർജവത്തെ പ്രശംസിച്ചിട്ടുണ്ട്. ഇതിനെ ഒരു വലിയ ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള ചിന്താഗതികളോടും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളോടും വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം നമ്മളുടെ സംസ്ഥാനത്തിൻ്റേത് രാജ്യത്തിൻ്റെ അഭിപ്രായമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യമാണ് ഇതിൽ ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതായത് ശ്രീ തിരുവഞ്ചൂർ വ്യക്തമായി, ശ്രീ ജലീൽ താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. ശ്രീ ജലീൽ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അവസാനമായ ഒരു കാര്യം, സർവകക്ഷി യോഗം വരുന്നതുവരേക്കും, സർവകക്ഷി യോഗം ഇല്ലാതെയാണ് ഈ സർക്കാർ ഇക്കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ, നിയമപരമായ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും ഒക്കെ നടത്തുന്നതെങ്കിൽ അത് രാഷ്ട്രീയ മൈലേജിന് വേണ്ടിയുള്ള ഒറ്റയാൻ പോരാട്ടമാണ്, ഒറ്റയ്ക്കുള്ള നീക്കമായി തന്നെ ആയിരിക്കുമോ താങ്കൾ അടക്കമുള്ള നേതാക്കൾ വിലയിരുത്തുക? എനിക്കൊരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇത് കേരളത്തിൻ്റെ പൊതുവായി ഒരു പ്രശ്നമാണോ ആണെന്ന് ഗവൺമെൻറ് കാണുന്നുണ്ടെന്ന് ഒരിക്കലും എല്ലാ വിഭാഗം ആളുകളുമായി ഇത് സംസാരിച്ചൊരു കോമൺ ആക്ഷൻ പ്രോഗ്രാം ഉണ്ടാവണ്ടേ? അതുണ്ടാകാതെ ഇത് മാത്രം ഏകപക്ഷീയമായി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം ജനാധിപത്യത്തിൽ ചേർന്നതല്ല, ഏകാധിപത്യത്തിൽ പറ്റും. ഒരു ആരാധനയോടുകൂടി അതെല്ലാം നോക്കിക്കാണുന്ന ചില വ്യക്തികൾക്കും അത് പറ്റും. പക്ഷേ അതിൽ പ്രതിപക്ഷ നേതാവുണ്ടോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? കാരണം സർക്കാർ എടുക്കുന്ന എല്ലാ ശ്രമങ്ങളെയും, എല്ലാ ശരിയായ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ശരിയായ ശ്രമങ്ങളെ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ ഇത് ശരിയല്ലെന്നുള്ളത്. ഇപ്പോൾ കാര്യം വ്യക്തമായി, ഇത് ശരിയല്ല. വളരെ കൃത്യമായി. കക്ഷികളെ പ്രതിപക്ഷത്ത് മുസ്ലിം ലീഗ് പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയല്ലേ? ശ്രീ ജലീൽ, ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഇതുവരെ ഒരു ചർച്ചയിലും വരാത്ത ഭിന്നമായൊരു കോൺഗ്രസ് പ്രതിപക്ഷ സ്വരമാണ് ഇതുവരെ ചെയ്തത് ശരിയല്ല എന്നാണ് ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞത്. ഇപ്പോഴെടുത്ത തീരുമാനമടക്കം അതിനോട് അതിൻ്റെതായ വിയോജിപ്പുണ്ട് താനും. അങ്ങനെ പറഞ്ഞ ശരത്ത്, എന്റെ കാര്യം ശരത്ത് ബാധിക്കാതെ ഞാൻ എന്റെ കാര്യം ഞാൻ പറയാം. ഈ ഗവൺമെന്റ് സമീപനം വളരെ ദുർബലമാണ്. ഈ ഗവൺമെന്റ് സമീപനം ഒറ്റയ്ക്ക് ഗോൾ അടിക്കാനുള്ള ശ്രമമാണ്. ഇതിനാണ് മന്ത്രി ജലീൽ മറുപടി. ഗവൺമെന്റിന്റെ ശ്രമം വളരെ ദുർബലമാണ്. ഈ റെസിസ്റ്റൻസ് പോരാ. ശ്രീ KT ജലീൽ, ഒരു മറുപടി അവസാനിപ്പിക്കാം. ഇത് ഒറ്റയ്ക്ക് ഗോളടിക്കാനുള്ള ശ്രമമേ അല്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഗോളടിക്കാനുള്ള ശ്രമമായിരുന്നു എങ്കിൽ എന്തിനാണ് നിയമസഭാ സമ്മേളനം വിളിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ആ കാര്യം വ്യക്തമാക്കിയല്ലോ. നിയമസഭാ സമ്മേളനം വിളിക്കുമോ? പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുമോ? ഇത് ഒറ്റയ്ക്ക് നിന്ന് ഗോളടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല. ഇത് കൂട്ടായ ഒരു ടീമായി BJPയോട് പൊരുതി അവരുടെ ഗോൾ വലയത്തിൽ ഫുട്ബോള് അടിച്ച് കയറ്റുവാനുള്ള ശ്രമമാണ്. ഇതിനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദുർബലപ്പെടുത്തരുത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു പാർലമെന്റേറിയൻ, ഒരു നിയമസഭാ സാമാജികൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഇതിന് ശക്തി പകരുകയാണ് വേണ്ടത്. തീർച്ചയായും ഒരു വ്യത്യസ്തമായ നിരീക്ഷണമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ദുർബലമാണ് സർക്കാരിൻ്റെ നീക്കങ്ങൾ എന്ന പരസ്യ നിലപാടാണ് മുൻ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുത്തത്. പക്ഷേ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും എന്ന് മന്ത്രി ശ്രീ KT ജലീൽ പ്രൈം ഡിബേറ്റിൽ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. നിയമപരമായ നീക്കത്തിലെ നിരവധി പോരായ്മകളാണ് നിയമവിദഗ്ധൻ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ ആവർത്തിച്ച് സൂചിപ്പിച്ചത്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചു. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ടെലിഫോൺ ലൈനിൽ പങ്കുചേരും എന്ന് അറിയിച്ചതാണ്. പക്ഷേ അദ്ദേഹം മറ്റ് ചില കേസുമായി ബന്ധപ്പെട്ട അടിയന്തര തിരക്കുകളായതുകൊണ്ട് പ്രതികരിക്കാനാവില്ല എന്ന് അറിയിച്ചതായ വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. വളരെ നന്ദി എല്ലാവർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചത്. നമസ്കാരം.